ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുരുക്കുഴിയിൽ വന്നു. അപ്പോൾ അവിടെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ചിന്തിച്ചത് ഇന്ന് ബീച്ച് വരെയും പോവാം. തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ നമ്മൾ കുരുക്കുഴി കമ്പനിക്കടവത്ത് ബീച്ചിലൊന്ന് പോകാനായിട്ട് ഇറങ്ങി. ചൂടൊക്കെ അല്ലേ, ഒന്ന് കാറ്റൊക്കെ കൊണ്ടിട്ട് വരാമെന്ന് വിചാരിച്ച അനിയന്മാരും എനിക്കും എൻ്റെ മക്കളും കൂട്ടി ഒന്ന് പോകാനിറങ്ങി. അങ്ങനെ നമ്മൊന്ന് ബീച്ച് കാണാനെത്തി. ബീച്ച് കാണാനെത്തിയപ്പോഴാണ് അവിടെ നമ്മൾ ഇറങ്ങാൻ നോക്കിയപ്പോൾ ഒന്നും അവർ സമ്മതിച്ചില്ല കേട്ടോ. കാരണം കടൽ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടെന്നാണ് പറയണത്. നമ്മളെ സേഫിന് വേണ്ടിയിട്ടാണ് പറയണത്. മക്കളൊക്കെ ആയിട്ട് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇറക്കിയില്ല. എന്നാലും നമുക്ക് ചെറിയ വിഷമമുണ്ട്, ഇറങ്ങാൻ പറ്റത്തിന് വിഷമം ഉണ്ടാവുമല്ലോ, അത് സാധാരണയാണ്. പക്ഷേ നമ്മളും ശ്രദ്ധിക്കണം. അവർ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് നമ്മൾ ചിന്തിക്കണം. പിന്നെ വല്ല സംഭവിച്ചിട്ട് കരഞ്ഞിട്ട് പിടിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മത് മനസ്സിലാക്കി വിഷമത്തോടെ നമ്മൾ അവിടെ ചെന്ന് ഇരിക്കാമെന്ന് വിചാരിച്ചു. അതിനിടയിൽ ഉണ്ണി എഴുന്നേറ്റാണ് ആ കാണുന്നത്. ഉണ്ണി കരഞ്ഞൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ അവനെടുത്തു ആശ്വസിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് തണൽ ഭാഗത്തൊന്ന് ഇരിക്കാമെന്ന് വിചാരിച്ചു ഉണ്ണികളായിട്ടേ. അങ്ങനെ ഞാൻ വെറുതെ വീഡിയോ എടുത്ത് അങ്ങനെ തണൽ ഭാഗത്തിരുന്നു. നല്ല തണൽ നോക്കിയിട്ട് അവിടെ ഇരുന്ന് മണ്ണൊക്കെ ആയിരുന്നൊക്കെ അവർ കുപ്പിയിലൊക്കെ നിറച്ച് കളിക്കുക. അതൊക്കെ ഒരു സന്തോഷമാണല്ലേ, നല്ല തണലത്ത് കാറ്റും കൊണ്ടിരുന്ന്. അപ്പോൾ ഓരോ കാര്യങ്ങളും വർത്തമാനങ്ങളും പറയുക. അപ്പോൾ അവർക്ക് ഇറങ്ങാൻ പറ്റാത്തതിൻ്റെ സങ്കടവും ഒക്കെ പറഞ്ഞിരിക്കണം. അപ്പോൾ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോകണം, കാരണം ഇറങ്ങാൻ പറ്റിയില്ലല്ലോ. അവർ ചീത്ത പറഞ്ഞല്ലോ. ചീത്ത പറഞ്ഞു വെച്ചാൽ ഉപദേശിച്ചല്ല. അതിനിടയിൽ അവൻ്റെ കുഞ്ഞു കുഞ്ഞു വർത്തമാനങ്ങളൊന്നും എടുത്തതാണ്. അപ്പം ഇറങ്ങണ്ടെന്ന് പറഞ്ഞപ്പോൾ ചീത്തൊന്നും പറഞ്ഞില്ല കേട്ടോ, ഇറങ്ങണ്ടെന്ന് മാത്രം പറഞ്ഞോളൂ. നമുക്കിപ്പോൾ അതൊരു അനിയന്മാർക്കതൊരു വിഷമമായതുകൊണ്ട് പിള്ളേരല്ലേ വെള്ളത്തിൽ ഇറങ്ങണമെന്നുണ്ടാവില്ല, ചൂട് സമയമല്ലേ. അപ്പം അങ്ങനെ ചാമക്കാല ബീച്ചിലോട്ട് പോയി. അവിടെ നമ്മൾ നേരെ ചാമക്കാലയ്ക്ക് പോയിട്ടാണ് ഈ ഇറങ്ങിയേക്കണത്. അവിടെ നിന്ന് ആരൊന്നും പറഞ്ഞില്ല. കുഴപ്പമില്ലാത്തൊരു സ്ഥലത്ത് പോയി ഇരുന്നു ഇങ്ങനെ കളിച്ചു. നന്നായി ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് ഞാനും ഒരിടത്ത് നിൽക്കുന്നുണ്ട്. എനിക്കും കൂടുതൽ പണി കിട്ടിയത്. രണ്ട് മൊബൈലും വെള്ളത്തിൽ വീണ്, ഞാനും വെള്ളത്തിൽ വീണ്. അങ്ങനെ ആകെ സീനായി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.